ചരിത്രപ്രസിദ്ധമായ കൊരട്ടിമുത്തിയുടെ തിരുനാളിന് ബുധനാഴ്ച കൊടിയേറും. 12, 13 തീയതികളിലാണ് തിരുനാൾ ആഘോഷം. പാലിയേക്കര ടോൾ പ്ലാസയിലെ ടോൾ പിരിവ് സംബന്ധിച്ച് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ ചർച്ച നടത്തി. ചർച്ചയിൽ ഇന്ന് LDF MLA-മാർ വിട്ടുനിന്നു. ടോൾ നിരക്ക് തൽക്കാലം വർദ്ധിപ്പിക്കില്ലെന്ന് മുഖ്യമന്ത്രി. തളിക്കുളം സ്നേഹതീരത്തെ പോലീസുകാരെ ആക്രമിച്ച് പ്രതികളെ രക്ഷപ്പെടുത്തിയ സംഭവത്തിൽ 2 പേരെ അറസ്റ്റ് ചെയ്തു. നമ്പിക്കടവ് സ്വദേശി ബാബു, നാട്ടിക സ്വദേശി രവി എന്നിവരാണ് അറസ്റ്റിലായത്. താന്യം മുനയത്ത് സ്ഥിരം ബണ്ട് നിർമ്മിക്കാൻ സർക്കാർ അനുമതി നൽകി. 22 കോടി രൂപയുടെ ഭരണാനുമതിയാണ് ലഭിച്ചത്. വാർത്തകൾ വിശദമായി. ചരിത്രപ്രസിദ്ധമായ കൊരട്ടിമുത്തിയുടെ തിരുനാളിന് ബുധനാഴ്ച കൊടിയേറും. വൈകിട്ട് 4-ന് വികാരി ഫാദർ ലൂക്കോസ് കുന്നത്തൂർ കൊടിയേറ്റം നടത്തും. തുടർന്നുള്ള ദിവസങ്ങളിൽ ആഘോഷമായ ദിവ്യബലി, ലതീഞ്ഞ്, പ്രദക്ഷിണം എന്നിവ ഉണ്ടാകും. 12-ന് രാവിലെ 5-ന് ദിവ്യബലി ആരംഭിക്കും. ആഘോഷമായ ദിവ്യബലിക്ക് ഫാദർ തോമസ് പൈനാടത്ത് കാർമ്മികത്വം വഹിക്കും. പ്രദക്ഷിണവും തുടർന്ന് പൂവൻകായ വെഞ്ചിരിപ്പും നടക്കും. 11 മണിക്ക് ഇടവക വൈദികർ നയിക്കുന്ന സമൂഹബലിയും വൈകിട്ട് 5-ന് പ്രദക്ഷിണവും നടക്കും. തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ 5-ന് മുത്തിയുടെ രൂപം എഴുന്നള്ളിച്ചു വയ്ക്കും. തുടർന്ന് വിവിധ ഭാഷകളിൽ ദിവ്യബലികൾ ആരംഭിക്കും. വൈകിട്ട് 3-ന് പ്രദക്ഷിണം നടക്കും. ഈ മാസം 20-ന് 8-ാം ഇടവും 27-ന് 15-ാം ഇടവും ആഘോഷിക്കും. പള്ളിയിലെ ഏറ്റവും പ്രസിദ്ധമായ പൂവൻകുല നേർച്ചയ്ക്കുള്ള കായകൾ ഇക്കുറി തമിഴ്നാട്ടിലെ ദിണ്ടിക്കലിൽ നിന്നും എത്തിക്കും. 3 ഘട്ടങ്ങളിലായി 28 ടൺ കായകളാണ് കൊണ്ടുവരുന്നത്. 10,000-കണക്കിന് വിശ്വാസികൾ പങ്കെടുക്കുന്ന തിരുനാളിന്റെ സമാധാനപരമായ നടത്തിപ്പിനായി എല്ലാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയതായി ഭാരവാഹികൾ പറഞ്ഞു. എല്ലാ KSRTC ബസ്സുകൾക്കും ദീർഘദൂര ട്രെയിനുകൾക്കും കൊരട്ടിയിൽ സ്റ്റോപ്പ് അനുവദിച്ചിട്ടുണ്ട്. വികാരി ഫാദർ ലൂക്കോസ് കുന്നത്തൂർ, കൺവീനർ VG സ്റ്റീഫൻ, TT ഡേവിസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പരിപാടികൾ വിശദീകരിച്ചു. പാലിയേക്കര ടോൾ പ്ലാസയിലെ ടോൾ പിരിവ് സംബന്ധിച്ച് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ ചർച്ച നടത്തി. ചർച്ചയിൽ നിന്ന് LDF MLA-മാരായ പ്രൊഫസർ C. രവീന്ദ്രനാഥ്, BD ദേവസി, VS സുനിൽകുമാർ എന്നിവർ വിട്ടുനിന്നു. അനുബന്ധ റോഡുകളുടെ പ്രവർത്തനം സർക്കാർ ഏറ്റെടുക്കുമെന്നും ടോൾ നിരക്ക് തൽക്കാലം വർദ്ധിപ്പിക്കില്ലെന്നും മുഖ്യമന്ത്രി ഉറപ്പു നൽകി. അനുബന്ധ റോഡുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നതിനായി പ്രത്യേക സമിതി രൂപീകരിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. പാലിയേക്കര ടോൾ പ്ലാസയിൽ ഒക്ടോബർ 1-ന് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ടോൾ നിരക്ക് വർദ്ധിപ്പിക്കുകയും ജനകീയ പ്രതിഷേധത്തെ തുടർന്ന് വർദ്ധിപ്പിച്ച ടോൾ നിരക്ക് കുറയ്ക്കുകയും ചെയ്തിരുന്നു. ടോൾ നിരക്ക് വർദ്ധിപ്പിക്കുന്നതിനെതിരെ ജനപ്രതിനിധികൾ രംഗത്ത് എത്തിയതോടെയാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചർച്ച നടന്നത്. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞ്, PC ചാക്കോ MP, MLA-മാരായ PA മാധവൻ, MP വിൻസെന്റ് എന്നിവർ പങ്കെടുത്തു. തളിക്കുളം സ്നേഹതീരത്ത് പോലീസുകാരെ ആക്രമിച്ച് പ്രതികളെ രക്ഷപ്പെടുത്തിയ സംഭവത്തിൽ 2 പേരെ വാടാനപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. തളിക്കുളം നമ്പിക്കടവ് സ്വദേശി പൂരാടൻ വീട്ടിൽ ബാബു, നാട്ടിക ബീച്ച് കറുത്താണ്ടൻ രവി എന്നിവരാണ് അറസ്റ്റിലായത്. ഞായറാഴ്ച വൈകുന്നേരം 7 മണിയോടെയാണ് സ്നേഹതീരത്ത് വെച്ച് പോലീസുകാർക്ക് നേരെ ആക്രമണം നടന്നത്. ബൈക്കിൽ സ്നേഹതീരം പാർക്കിലെത്തിയ വികലാംഗിയായ യുവതിയെ 3-അംഗ സംഘം തടഞ്ഞു നിർത്തിയതാണ് പ്രശ്നങ്ങൾക്ക് തുടക്കം. സ്ഥലത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന വാടാനപ്പള്ളി ASI TD ജോസ്, സിവിൽ പോലീസ് ഓഫീസർ T ജയകുമാർ, ഹോംഗാർഡ് സുനിൽ പ്രകാശ് എന്നിവർ ചേർന്ന് മദ്യലഹരിയിലായിരുന്ന 3-അംഗ സംഘത്തെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. തളിക്കുളം നെടുമ്പറമ്പിൽ ഗിരീഷ്, സ്നേഹതീരം സ്വദേശി മഞ്ചറമ്പത്ത് സജീഷ്, നമ്പിക്കടവ് സ്വദേശി രാമകൃഷ്ണൻ എന്നിവരെയാണ് കസ്റ്റഡിയിലെടുത്തത്. പ്രതികൾ രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെ ASI ജോസ് ഉൾപ്പെടെയുള്ള പോലീസുകാർക്ക് പരിക്കേറ്റിരുന്നു. ഇതിനിടെ സ്ഥലത്തുണ്ടായിരുന്ന ഒരു സംഘം പോലീസിനെ വളഞ്ഞുവെച്ച് 3 പ്രതികളെയും രക്ഷപ്പെടുത്തുകയായിരുന്നു. രക്ഷപ്പെട്ട പ്രതികളിൽ ഗിരീഷ് വലപ്പാട് സ്റ്റേഷൻ പരിധിയിൽ കൊലപാതക കേസിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചയാളാണ്. സജീഷ് വാടാനപ്പള്ളി സ്റ്റേഷൻ പരിധിയിൽ മറ്റൊരു കൊലപാതക കേസിലും ഉൾപ്പെട്ടിരുന്നു. രക്ഷപ്പെട്ട 3 പ്രതികൾ ഉൾപ്പെടെ 15 പേർക്കെതിരെയാണ് കേസ്. പ്രതികളെ രക്ഷപ്പെടുത്തിയ സംഘത്തിൽ ഏറെയും ക്രിമിനലുകളാണെന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. അറസ്റ്റിലായ 2 പ്രതികളെയും ഞായറാഴ്ച രാത്രിയോടെ തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. വാടാനപ്പള്ളി SI TP ഫർഷാദിന്റെ നേതൃത്വത്തിൽ ASI-മാരായ ജോസ്, ചന്ദ്രബോസ്, CPO-മാരായ സൂരജ്, സുരേഷ്, അൻവറുദ്ദീൻ, സന്തോഷ്, ഹോംഗാർഡ് സുരേഷ് എന്നിവർ ചേർന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. തളിക്കുളം സ്നേഹതീരത്ത് പോലീസിനെ ആക്രമിച്ച് പ്രതികളെ രക്ഷപ്പെടുത്തിയ കേസിൽ 1-ാം പ്രതി പോലീസിന് നേരത്തെ അനുമോദിച്ചയാൾ. തളിക്കുളം ബീച്ച് നെടുമ്പറമ്പിൽ ഗിരീഷാണ് അനുമോദിച്ച കൈകളിൽ തന്നെ തിരിഞ്ഞു കൊത്തിയത്. ഇക്കഴിഞ്ഞ സെപ്റ്റംബർ 12-ന്
ജില്ലാ റൂറൽ പോലീസും കടലോര ജാഗ്രതാ സമിതിയും ചേർന്ന് തൃപ്രയാറിൽ സംഘടിപ്പിച്ച ജാഗ്രത 2013 ആദരണ ചടങ്ങ്. കടലിൽ 1 കിലോമീറ്ററോളം സാഹസികമായി നീന്തൽ വശമുള്ളയാളാണ് ഗിരീഷ്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് തളിക്കുളം ബീച്ച് റിസോർട്ടിന് സമീപം കടൽ തിരമാലയിൽപ്പെട്ട തമിഴ്നാട് MLAയുടെ മകൻ ഉൾപ്പെടെയുള്ള യുവാക്കളെ ഗിരീഷാണ് രക്ഷപ്പെടുത്തിയത്. ഇതിനു മുമ്പ് തിരയിൽപ്പെട്ട വിദേശിയെയും ഇയാൾ രക്ഷപ്പെടുത്തിയിരുന്നു. ഇതെല്ലാം പരിഗണിച്ചാണ് ജില്ലാ റൂറൽ പോലീസ് ആദരിക്കുന്നതിനായി ഗിരീഷിനെ തിരഞ്ഞെടുത്തത്. IGS ഗോപിനാഥാണ് ഗിരീഷിനെ പൊന്നാട അണിയിക്കുകയും ഉപഹാരം നൽകുകയും ചെയ്തത്. താന്യം മുനയത്ത് സ്ഥിരം ബണ്ട് നിർമ്മിക്കാൻ സർക്കാർ അനുമതി നൽകി. 21.75 കോടി രൂപയാണ് സ്ഥിരം ബണ്ട് നിർമ്മാണത്തിന് അനുവദിച്ചിട്ടുള്ളത്. സ്ഥിരം ബണ്ട് നിർമ്മാണം വേണമെന്നാവശ്യപ്പെട്ട് ഗീതാ ഗോപി MLAയും ജനപ്രതിനിധികളും നിരാഹാരം ഉൾപ്പെടെയുള്ള സമര പരിപാടികൾ നടത്തിയിരുന്നു. മുൻ MLA VS സുനിൽകുമാറും മുനയത്ത് സ്ഥിരം ബണ്ട് വേണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. ഇതുപ്രകാരം 16.75 കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചെങ്കിലും തുക ലാപ്സായി പോകുകയായിരുന്നു. വേനൽക്കാലമാകുമ്പോൾ ഈ പ്രദേശത്തുകാർ അനുഭവിക്കുന്ന കുടിവെള്ള ക്ഷാമം മുൻനിർത്തി വർഷാവർഷങ്ങളിൽ ലക്ഷങ്ങൾ ചെലവഴിച്ചാണ് ബന്ധപ്പെട്ട ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റുകൾ താൽക്കാലിക ബണ്ട് നിർമ്മിക്കാറുള്ളത്. വേലിയേറ്റത്തിന് കടലിൽ നിന്ന് ഉപ്പുവെള്ളം കയറുന്ന സാഹചര്യത്തിൽ കുടിക്കാനും കൃഷിക്കും മറ്റുമായി മുനയത്തെ വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇതിന് ശാശ്വത പരിഹാരം വേണമെന്ന നാട്ടുകാരുടെ മുറവിളിയെ തുടർന്നാണ് ഇപ്പോൾ പദ്ധതി യാഥാർത്ഥ്യമായിട്ടുള്ളത്. ആധുനിക കാലഘട്ടത്തെ നയിക്കുന്നത് അറിവാണെന്നും അറിവ് അവസരങ്ങളുടെ അനന്ത സാധ്യതയാണ് തുറന്നു തരുന്നതെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് CC ശ്രീകുമാർ അഭിപ്രായപ്പെട്ടു. ഇരിങ്ങാലക്കുട ജ്യോതിസ് കോളേജിൽ 5ാമത് IT ആൻഡ് മാനേജ്മെന്റ് എക്സിബിഷൻ ടെക് തത്വ 2013 ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഫാദർ ജോൺ പാലിയാക്കര CMI അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ബെൻസി ഡേവിഡ് മുഖ്യാതിഥിയായിരുന്നു. ഫാദർ സെബാസ്റ്റ്യൻ അമ്പൂക്കൻ CMI അനുഗ്രഹ പ്രഭാഷണം നടത്തി. സ്വാഗത സംഘം ചെയർമാൻ ജോസ് J ചിറ്റിലപ്പള്ളി ഉപഹാര സമർപ്പണം നടത്തി. ബ്ലസി സാജു, KA അനൂപ്, പ്രിൻസിപ്പാൾ പ്രൊഫസർ MM വർഗീസ്, കോർഡിനേറ്റർ ശ്രുതി അരുൺ എന്നിവർ സംസാരിച്ചു. ഇരിങ്ങാലക്കുട ജ്യോതിസ് കോളേജിന്റെ ടെക് തത്വ 2013 ശാസ്ത്ര സാങ്കേതിക പ്രദർശനം പുത്തൻ സാധ്യതകളിലേക്കുള്ള ചുവടുവയ്പായി മാറി. കേരളത്തിന്റെ പട്ടണങ്ങളെ സ്മാർട്ടാക്കാൻ സോളാർ പവേഡ് സിറ്റി സങ്കല്പവുമായി വിദ്യാർത്ഥികൾ ഒരുക്കിയ പ്രദർശനം ശ്രദ്ധേയമായി. ഷോക്കടിപ്പിക്കുന്ന കറണ്ട് ബില്ലിൽ നിന്ന് മോചനം, പട്ടണങ്ങളെ ഊർജ്ജപ്രവാഹത്തിന്റെ സഞ്ചാരവേദികളാക്കാം തുടങ്ങിയ ഒട്ടേറെ ബദൽ ആശയങ്ങളുമായാണ് ടെക് തത്വ ഒരുക്കിയിരിക്കുന്നത്. ഊർജ്ജ പ്രതിസന്ധിക്ക് ബദൽ നിർദ്ദേശങ്ങളുമായി തെർമൽ പവർ പ്ലാന്റ്, വിൻഡ് മിൽ, ബയോഗ്യാസ് പ്ലാന്റ്, അതിരപ്പള്ളി ജലവൈദ്യുത പദ്ധതി തുടങ്ങിയ നിരവധി മാതൃകകൾ വിദ്യാർത്ഥികൾ പ്രദർശനത്തിലൂടെ ആവിഷ്കരിച്ചിട്ടുണ്ട്. ദുർഘട മേഖലകളിൽ പോലും ഇന്റർനെറ്റ് സൗകര്യം ലഭ്യമാക്കുന്ന ഗൂഗിൾ ബലൂണിന്റെ മാതൃകയും, മലയോരങ്ങളിലും മലയിടുക്കുകളിലും അപകടത്തിൽപ്പെടുന്നവരെ അതിവേഗം ആശുപത്രിയിലെത്തിക്കുവാനുള്ള റോപ്പ് വേ ആംബുലൻസിന്റെ മാതൃകയും പ്രദർശനത്തിന് ഒരുക്കിയിട്ടുണ്ട്. പെട്രോൾ ഇല്ലാതെയും ഡീസലില്ലാതെയും ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനങ്ങൾക്ക് ഓട്ടോമാറ്റിക് ഇലക്ട്രിക് ചാർജ് മാതൃകകളും കേരളത്തിന്റെ ഭാവി തലമുറയ്ക്കായി വിദ്യാർത്ഥികൾ പരിചയപ്പെടുത്തുന്നുണ്ട്. കൂടാതെ കാഴ്ചകൾ കണ്ടും കേട്ടും അറിയുന്നതിനുമപ്പുറം അനുഭവിക്കുന്നതിനും നവരസങ്ങളിലൂടെ ആസ്വദിക്കുന്നതിനും ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ പുതിയ വാഗ്ദാനമായ 5Dയും ഈ പ്രദർശനത്തിലൂടെ പരിചയപ്പെടുത്തുന്നുണ്ട്. വിവരസാങ്കേതിക വിദ്യയുടെ ഉപോൽപ്പന്നമായ വേസ്റ്റിന് പരിഹാരവും വിദ്യാർത്ഥികൾ പ്രദർശനത്തിലൂടെ നിർദ്ദേശിക്കുന്നുണ്ട്. നിർമ്മാണ കമ്പനികളിൽ നിന്ന് വരുന്ന മാലിന്യങ്ങൾ റീസൈക്കിൾ ചെയ്യാനും അതിലൂടെ പുതിയ വരുമാനം കണ്ടെത്താനും വേസ്റ്റ് മാനേജ്മെന്റ് അപാര സാധ്യതകൾ ടെക് തത്വ 2013 പരിചയപ്പെടുത്തുന്നു. ക്യാൻസർ, എയ്ഡ്സ് തുടങ്ങിയ മാരക രോഗങ്ങൾ മുൻകൂട്ടി അറിയുവാനും ചികിത്സിക്കുവാനുമായി നാനോ ടെക്നോളജിയും പ്രദർശനത്തിനൊരുക്കിയിട്ടുണ്ട്. നാനോ റോബോട്ടിനെ ശരീരത്തിൽ കടത്തിവിട്ട് രോഗം തിരിച്ചറിയാനും അണുക്കളെ നശിപ്പിക്കാനും കഴിയുന്ന മാതൃകയും ടെക് തത്വയിലുണ്ട്. സീപ്ലെയിൻ ടൂറിസവും സ്പേസ് ടൂറിസവും ടെക് തത്വയിൽ ഒരുക്കിയിരിക്കുന്നു. കൂടാതെ ലൈൻ ഫോളോയിങ് റോബോട്ടുകളുടെ മാതൃകകളും പ്രദർശനത്തിനുണ്ട്. ടൂറിസ്റ്റ് ഗൈഡായും ഡ്രൈവറായും കുറ്റാന്വേഷണത്തിനും ഉപയോഗിക്കാവുന്ന റോബോട്ടുകളെ പ്രദർശനത്തിന് ഒരുക്കിയിട്ടുണ്ട്. പോയിമറിഞ്ഞ കാർഷിക വൃത്തി, ഹൈടെക് ഫാമിലൂടെ തിരിച്ചുപിടിക്കുന്ന കൃഷിരീതികളുടെ ആധുനിക ശൈലിയും വിദ്യാർത്ഥികൾ ഒരുക്കിയിട്ടുണ്ട്. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട. ഇടവേള. വാർത്തകളിലേക്ക്. കൊടുങ്ങല്ലൂർ മുതൽ നെടുമ്പാശ്ശേരി വിമാനത്താവളം വരെ ആധുനിക നിലവാരമുള്ള റോഡ് നിർമ്മിക്കുന്നതിനായി 22 കോടി രൂപയുടെ ഭരണാനുമതിയായി. ദേശീയപാത 17 കീത്തോളി മുതൽ കൃഷ്ണൻകോട്ട, പൊയ്യ, പൂപ്പത്തി, കുഴൂർ, മൂഴിക്കുളം, അത്താണി വഴിയാണ് ആധുനിക രീതിയിലുള്ള ടാറിംഗ് നടത്തി റോഡ് നിർമ്മിക്കുന്നത്. 26.9 കിലോമീറ്റർ വരുന്ന ഈ റോഡ് നബാർഡിന്റെ പദ്ധതിയാണ്.
കീത്തോളി മുതൽ കൃഷ്ണൻകോട്ട വരെയുള്ള 2.5 കിലോമീറ്റർ, പൊയ്യ മുതൽ കൊച്ചുകടവ് വരെയുള്ള 10 കിലോമീറ്റർ ബിറ്റുമിൻ മെക്കാഡം ടാറിംഗ് നടത്തും. മറ്റു ഭാഗങ്ങൾ വീതി കൂട്ടും. പോളിയോ ബാധിച്ച് തളർന്ന കാലുമായി മുച്ചക്ര സൈക്കിളിൽ 25,000 കിലോമീറ്ററിലധികം സഞ്ചരിച്ച് പോളിയോ ബോധവൽക്കരണം നടത്തുന്ന ബീഹാർ സ്വദേശിയായ യുവാവിന് കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ സ്വീകരണം നൽകി. പാറ്റ്ന സദാവെ സ്വദേശി അരവിന്ദ് കുമാർ മിശ്രയ്ക്കാണ് SI കെ മാധവൻകുട്ടിയുടെ നേതൃത്വത്തിൽ സ്റ്റേഷനിൽ സ്വീകരണം നൽകിയത്. 4 വർഷം മുമ്പാണ് അരവിന്ദ് പോളിയോ നിർമ്മാർജ്ജനത്തിന്റെയും രക്തദാനത്തിന്റെയും സന്ദേശം പ്രചരിപ്പിക്കുന്നതിനായി ഒറീസയിലെ പുരിയിൽ നിന്ന് യാത്ര തിരിച്ചത്. റോട്ടറി ക്ലബിന്റെ സഹകരണത്തോടെയാണ് അരവിന്ദിന്റെ യാത്ര. മൂന്ന് ദിവസമായി കുന്നംകുളം നഗരമധ്യത്തിലെ കടയുടെ സീലിംഗിൽ കുടുങ്ങിയ നായയ്ക്ക് ഫയർഫോഴ്സ് തുണയായി. പോലീസ് സ്റ്റേഷന് സമീപം ജവഹർ സ്റ്റേഡിയത്തിന്റെ കെട്ടിടത്തിലെ മൊബൈൽ കടയുടെ സീലിംഗിലാണ് കഴിഞ്ഞ 3 ദിവസമായി തെരുവിൽ അലയുന്ന നായ കുടുങ്ങിയത്. നായയെ താഴെയിറക്കാൻ കടക്കാരും പോലീസ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടെയുള്ളവരും ശ്രമിച്ചെങ്കിലും ഫലം കാണാതെ പിന്തിരിയുകയായിരുന്നു. സ്ഥലത്തെത്തിയ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പോലീസ് സ്റ്റേഷന്റെ മതിലിൽ കയറി നായയുടെ കഴുത്തിൽ കുടുക്കിട്ടു. തുടർന്ന് വിരിച്ച വലയിലേക്ക് നായയെ വീഴ്ത്തുകയായിരുന്നു. വാർഡംഗത്തിന്റെ നേതൃത്വത്തിൽ ഡിവൈഎഫ്ഐ ഗ്രാമവേദി ക്ലബ്ബ് പ്രവർത്തകരും നാട്ടുകാരും ചേർന്ന് നടത്തിയ സന്നദ്ധ പ്രവർത്തനത്തിൽ എടച്ചടത്ത് കായ് റോഡ് സഞ്ചാരയോഗ്യമായി. അന്തിക്കാട് പഞ്ചായത്ത് 4-ാം വാർഡംഗം ഷീബ ബാബുരാജിന്റെ നേതൃത്വത്തിലാണ് സന്നദ്ധ പ്രവർത്തനം നടത്തിയത്. CPM ലോക്കൽ സെക്രട്ടറി AV ശ്രീവത്സനും മഹിളാ അസോസിയേഷൻ പ്രവർത്തകരും റോഡ് പണിയിൽ പങ്കാളികളായി. കളിമൺപാത്ര നിർമ്മാണ തൊഴിലാളി യൂണിയൻ ചേലക്കര ഏരിയ കൺവെൻഷൻ ഉദുവടി കളി മൺപാത്ര നിർമ്മാണ സൊസൈറ്റിയിൽ നടന്നു. കെ രാധാകൃഷ്ണൻ MLA കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് KN കുട്ടമണി അധ്യക്ഷത വഹിച്ചു. CITU ഏരിയ സെക്രട്ടറി മുരളീധരൻ, A മണി, A കുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു. കുഞ്ഞിക്കൊണ്ടാഴി പ്രസിഡന്റായി 17-അംഗ ഏരിയ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു. പെരിഞ്ഞനത്ത് വർദ്ധിച്ചുവരുന്ന സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ LDFന്റെ നേതൃത്വത്തിൽ ജനജാഗ്രതാ സദസ്സ് സംഘടിപ്പിച്ചു. CPM കൊടുങ്ങല്ലൂർ ഏരിയ സെക്രട്ടറി PK ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. CPI ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി TP രഘുനാഥ് അധ്യക്ഷത വഹിച്ചു. ചാവക്കാട് നഗരസഭയുടെയും BRCയുടെയും സംയുക്താഭിമുഖ്യത്തിൽ പുത്തൻകടപ്പുറം ക്ലസ്റ്ററിന് കീഴിലുള്ള പ്രത്യേകം പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്കായുള്ള റിസോഴ്സ് റൂമിന്റെ ഉദ്ഘാടനം നടന്നു. പുത്തൻകടപ്പുറം സബ് PHCയിൽ നടന്ന ചടങ്ങ് നഗരസഭാ ചെയർപേഴ്സൺ AK സതീരത്നം ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൌൺസിലർ PM നാസർ അധ്യക്ഷത വഹിച്ചു. കേരള ജേർണലിസ്റ്റ് യൂണിയൻ ചാലക്കുടി മേഖലാ സമ്മേളനം റെസ്റ്റ് ഹൌസിൽ നടന്നു. ദേശീയ സമിതി അംഗം VJ ജോജി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കമ്മിറ്റി അംഗം EP രാജീവ് അധ്യക്ഷത വഹിച്ചു. കൊടുങ്ങല്ലൂരിൽ നടക്കുന്ന ജില്ലാ സമ്മേളനം വിജയിപ്പിക്കുന്നതിന് യോഗം തീരുമാനിച്ചു. KV ജയൻ പ്രസിഡന്റായി പുതിയ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു. ചാവക്കാട് നഗരസഭയിൽ KP വത്സലൻ എൻഡോവ്മെന്റും മികച്ച വിദ്യാലയത്തിനും വിദ്യാർത്ഥികൾക്കുമുള്ള അവാർഡ് ദാനവും വികലാംഗർക്കുള്ള ഉപകരണങ്ങളുടെ വിതരണവും നടന്നു. ചാവക്കാട് നഗരസഭാ കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ KB അബ്ദുൽ ഖാദർ MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ AK സതീരത്നം അധ്യക്ഷത വഹിച്ചു. നിർമ്മാണം പൂർത്തിയായ ചാലക്കുടി മേലൂർ പാലത്തിന്റെ അനുബന്ധ റോഡിനായി സ്ഥലം വിട്ടുകൊടുക്കുന്ന നടപടികൾ ആരംഭിച്ചു. ഇതിന്റെ ഭാഗമായി സ്ഥലമുടമകൾ മുൻകൂർ അനുമതി പത്രം നൽകുന്ന ചടങ്ങ് റെസ്റ്റ് ഹൌസിൽ നടന്നു. സ്മിത ഗോപാലകൃഷ്ണൻ നൽകിയ അനുമതി പത്രം BD ദേവസി MLA ഏറ്റുവാങ്ങി. ബുധനാഴ്ച മുതൽ അപ്രോച്ച് റോഡിന്റെ നിർമ്മാണം ആരംഭിക്കുമെന്ന് യോഗത്തിൽ സംബന്ധിച്ച പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർ അറിയിച്ചു. കടവല്ലൂരിൽ ആളില്ലാത്ത വീട്ടിൽ മോഷണശ്രമം. എടക്കര കേശവന്റെ വീട്ടിലാണ് കഴിഞ്ഞ ദിവസം മോഷണശ്രമം നടന്നത്. വീടിന്റെ മുൻഭാഗത്തെ വാതിൽ കുത്തി തുറന്ന നിലയിലാണ്. സാധനങ്ങൾ ഒന്നും തന്നെ നഷ്ടപ്പെട്ടിട്ടില്ല. കുന്നംകുളം പോലീസിൽ പരാതി നൽകി. ഗുരുവായൂർ ദേവസ്വം കാര്യാലയ ഗണപതി ക്ഷേത്രത്തിനടുത്തുള്ള നാളികേര ബൂത്തിൽ നാളികേര വില വർദ്ധിപ്പിച്ചത് വ്യാപക പ്രതിഷേധത്തിനിടയാക്കുന്നു. വിലവർധന പിൻവലിക്കുകയോ അല്ലെങ്കിൽ സൊസൈറ്റിയെ ഏൽപ്പിച്ചിട്ടുള്ള നാളികേര വിൽപ്പന ദേവസ്വം നേരിട്ട് നടത്തുകയോ വേണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ്. 9 രൂപയായിരുന്ന നാളികേര വില 2 രൂപ വർദ്ധിപ്പിച്ച് ഇപ്പോൾ 11 രൂപയാക്കിയിരിക്കുകയാണ്.
കച്ചവടക്കാരുടെ ചൂഷണത്തിനിരയാവാതെ ഭക്തർക്ക് ചുരുങ്ങിയ വിലയ്ക്ക് നാളികേരം ലഭിക്കുന്നതിനായി ഗുരുവായൂർ ദേവസ്വം കരാറടിസ്ഥാനത്തിലാണ് ദേവസ്വം എംപ്ലോയ്മെന്റ് സൊസൈറ്റിയെ നാളികേര വിൽപ്പന ഏൽപ്പിച്ചത്. സൊസൈറ്റിക്ക് ലാഭമുണ്ടാക്കാനായി നാളികേര വിൽപ്പനയിലൂടെ ഭക്തരെ ചൂഷണം ചെയ്യുന്നതിനെതിരെ പ്രതിഷേധം ഉയർന്നിട്ടുണ്ട്. വിൽപ്പന കരാറെടുത്തിട്ടുള്ള സൊസൈറ്റി വില കുറയ്ക്കാൻ തയ്യാറായില്ലെങ്കിൽ നാളികേര വിൽപ്പന ദേവസ്വം നേരിട്ട് നടത്തണമെന്ന ഭക്തരുടെ ആവശ്യം ശക്തമായിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച് അടുത്ത ദിവസം ബന്ധപ്പെട്ടവർക്ക് നിവേദനം നൽകുമെന്ന് ഗുരുവായൂർ പ്രതികരണവേദി ജനറൽ കൺവീനർ വേണുഗോപാൽ പാഴൂർ പറഞ്ഞു. നാളികേരം നൽകാമെന്ന് പറഞ്ഞാണ് ദേവസ്വത്തിലെ ഒരു സൊസൈറ്റി അത് ഏറ്റെടുത്തത്. അവർ അത് സ്വകാര്യ വ്യക്തിക്ക് നൽകി വളരെ വലിയ സംഖ്യ ഈടാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന്. ഗുരുവായൂർ ഗണപതി ക്ഷേത്രത്തിന് മുമ്പിൽ ഭക്തജനങ്ങൾക്ക് നാളികേരം കിട്ടാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഞങ്ങൾ ഉന്നയിക്കുന്നത് ഗുരുവായൂർ ദേവസ്വം നേരിട്ട് ഇത് ഏറ്റെടുത്ത് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഭക്തജനങ്ങൾക്ക് നാളികേരം ലഭ്യമാക്കാനുള്ള സൗകര്യം ഒരുക്കണം. അല്ലെങ്കിൽ ഇപ്പോൾ ഏറ്റെടുത്ത സൊസൈറ്റി കൊണ്ട് തന്നെ കുറഞ്ഞ നിരക്കിൽ നൽകാനുള്ള നടപടികൾ ദേവസ്വത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. ഇത് സംബന്ധിച്ച് ബന്ധപ്പെട്ട അധികൃതർക്ക് ഗുരുവായൂർ പ്രതികരണവേദി നിവേദനം സമർപ്പിക്കുന്നുണ്ട്. വടക്കാഞ്ചേരി കടമുറിക്കകത്ത് കൈഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചയാളെ വടക്കാഞ്ചേരി പോലീസ് കടയുടെ ഷട്ടർ തകർത്ത് രക്ഷപ്പെടുത്തി. മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. കാഞ്ഞിരക്കോട് സ്വദേശി സുരേഷിനെയാണ് വടക്കാഞ്ചേരി SI PV സിന്ധുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് രക്ഷപ്പെടുത്തിയത്. കാഞ്ഞിരക്കോട് ബ്യൂട്ടി പാർലർ നടത്തുകയാണ് ഇയാൾ. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിർമ്മിക്കുന്ന ഭാരത് നിർമ്മാൺ രാജീവ് ഗാന്ധി സേവാ കേന്ദ്രത്തിന്റെ ശിലാസ്ഥാപനം ബ്ലോക്ക് പഞ്ചായത്ത് കാര്യാലയ വളപ്പിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് പത്മം വേണുഗോപാൽ നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് VS സിദ്ധാർത്ഥൻ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ സുഹറ ഉമാർ, കല്യാണി S നായർ, അജിത പുഷ്പാകരൻ, സഫിയ ഇബ്രാഹിം, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി PK തോമസ്, മറ്റു ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. കൊടുങ്ങല്ലൂരിലെ എൽത്തുരുത്തിൽ പാചകവാതക സിലിണ്ടറിന്റെ പൈപ്പ് ചോർന്ന് തീപിടിച്ചു. നാട്ടുകാർ ചേർന്ന് തീയണച്ചു. എൽത്തുരുത്ത് ചള്ളിയിൽ സിദ്ധാർത്ഥന്റെ വീട്ടിലാണ് തീപിടുത്തമുണ്ടായത്. പാചകവാതക സിലിണ്ടറിലെ റബ്ബർ പൈപ്പ് ചോർന്നതിനെ തുടർന്ന് തീ പടരുകയായിരുന്നു. ആളിപ്പടരും മുമ്പേ പരിസരവാസികൾ ചേർന്ന് തീയണച്ചു. നാട്ടിക ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച നാട്ടിക ഗ്രാൻഡ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ മെഗാ ബമ്പർ സമ്മാനം കയ്പമംഗലം വഴിയമ്പല സ്വദേശി അഖിൽ നേടി. മാരുതി കാറാണ് ഒന്നാം സമ്മാനമായി ലഭിച്ചത്. നറുക്കെടുപ്പ് ഉദ്ഘാടനം ചെയ്ത TN പ്രതാപൻ MLA തന്നെ ഇക്കാര്യം ഫോണിലൂടെ അഖിലിന്റെ വീട്ടുകാരെ അറിയിക്കുകയായിരുന്നു. 15 ലക്ഷത്തോളം രൂപയുടെ സമ്മാനങ്ങളാണ് വിതരണം ചെയ്തത്. സമാപന ചടങ്ങിൽ നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ പുളിക്കൽ അധ്യക്ഷനായിരുന്നു. അവണിശ്ശേരി നാങ്കുളം ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ കരിപ്പുക്കാവിലമ്മ ഇരട്ടക്കുടം പൊങ്കാല മഹോത്സവം ഡിസംബർ 15-ന് ആഘോഷിക്കും. സ്വാമി പുരുഷോത്തമാനന്ദ സരസ്വതി രക്ഷാധികാരിയായി 31-അംഗ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു. M രാജൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ഇനി ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ ഗ്രാമവാർത്തകളുമായി സദ്ദി നമ്മോടൊപ്പം ചേരുന്നു. നമസ്കാരം, ഞാൻ സതി ഉന്മേഷ്. പ്രധാന വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. ചരിത്രപ്രസിദ്ധമായ കൊരട്ടിമുത്തിയുടെ തിരുനാളിന് ബുധനാഴ്ച കൊടിയേറും. 12, 13 തീയതികളിലാണ് തിരുനാൾ ആഘോഷം. പാലിയേക്കര ടോൾ പ്ലാസയിലെ ടോൾ പിരിവ് സംബന്ധിച്ച് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ ചർച്ച നടത്തി. ചർച്ചയിൽ നിന്ന് LDF MLA-മാർ വിട്ടുനിന്നു. ടോൾ നിരക്ക് തൽക്കാലം വർദ്ധിപ്പിക്കില്ലെന്ന് മുഖ്യമന്ത്രി. തളിക്കുളം സ്നേഹതീരത്ത് പോലീസുകാരെ ആക്രമിച്ച പ്രതികളെ രക്ഷപ്പെടുത്തിയ സംഭവത്തിൽ 2 പേരെ അറസ്റ്റ് ചെയ്തു. നമ്പിക്കടവ് സ്വദേശി ബാബു, നാട്ടിക സ്വദേശി രവി എന്നിവരാണ് അറസ്റ്റിലായത്. താന്യം മുനിയത്ത് സ്ഥിരം ബണ്ട് നിർമ്മിക്കാൻ സർക്കാർ അനുമതി നൽകി. 22 കോടി രൂപയുടെ ഭരണാനുമതിയാണ് ലഭിച്ചത്. വിശദമായ വാർത്തകളിലേക്ക്. എറണാകുളത്ത് നടത്തുന്ന സംസ്ഥാന ജൂനിയർ അത്ലറ്റിക് മീറ്റിൽ ഇരട്ട നേട്ടം കരസ്ഥമാക്കി തിരിച്ചെത്തിയ ഗുരുവായൂർ ശ്രീകൃഷ്ണ ഹൈസ്കൂളിലെ കായിക പ്രതിഭകൾക്ക് സ്വീകരണം നൽകി. ആൺകുട്ടികളുടെ ഹൈജമ്പിൽ സ്വർണവും വെള്ളിയും കരസ്ഥമാക്കിയാണ് ഗുരുവായൂർ ശ്രീകൃഷ്ണ സ്കൂളിൽ ഇരട്ട നേട്ടം കൊയ്തത്.
സ്കൂളിലെ KS അനന്തുവാണ് 1.80 മീറ്റർ മറികടന്ന റെക്കോർഡോടെ സ്വർണവും സ്കൂളിലെ തന്നെ CR അനന്തു 0.65 മീറ്റർ ചാടി വെള്ളിയും നേടിയത്. രണ്ടാഴ്ച മുമ്പ് നടന്ന ദേശീയ മീറ്റിൽ 1.73 ഉയരം ചാടി KS അനന്തു വെള്ളി നേടിയിരുന്നു. രണ്ടാഴ്ച കൊണ്ട് അനന്തുവിന് പുതിയ ഉയരം കണ്ടെത്താനായതിൽ കായിക ലോകത്തിന് പ്രതീക്ഷയേറി. ശ്രീകൃഷ്ണ സ്കൂളിലെ കായികാധ്യാപകൻ CM നെൽസന്റെ പരിശീലനത്തിലാണ് ഇവർ മികവ് നേടിയത്. വിജയിച്ച മെഡൽ നേടിയെത്തിയവർക്ക് ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിൽ ഉജ്ജ്വല സ്വീകരണമാണ് നൽകിയത്. പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞതിന് വീട് വിട്ടിറങ്ങിയ തമിഴ്നാട് സ്വദേശിയായ വിദ്യാർത്ഥിയെ അന്വേഷിച്ച് പിതാക്കൾ ഗുരുവായൂരിലെത്തി. തമിഴ്നാട് ശിവകാശി സ്വദേശികളായ കുമാർ ശെൽവി ദമ്പതികളാണ് ഗുരുവായൂരിലെത്തിയത്. ഇവരുടെ മകൻ +2 വിദ്യാർത്ഥി 19 വയസ്സുള്ള രാഹുലാണ് ഒക്ടോബർ 3 വീട് വിട്ട് ഇറങ്ങിയത്. 4 ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിലെ പബ്ലിക് ടെലിഫോൺ ബൂത്തിൽ നിന്ന് വീട്ടിലേക്ക് വിളിച്ചിരുന്നു. ഇതേ തുടർന്ന് ഗുരുവായൂരിലെത്തിയ രക്ഷിതാക്കൾ RPFലും പോലീസിലും പരാതി നൽകി. കറുത്ത നിറവും 5 അടി 8 ഇഞ്ച് ഉയരവും തമിഴ്, ഇംഗ്ലീഷ് ഭാഷകളും സംസാരിക്കാനറിയുന്ന യുവാവിനെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ 089031757994 എന്ന നമ്പറിലോ അറിയിക്കേണ്ടതാണ്. ജില്ലാതല ഹെഡ്മാസ്റ്റേഴ്സ് കോൺഫറൻസും പുസ്തക പ്രകാശനവും നടന്നു. ചാക്കോ തൈക്കാട് രചിച്ച ഗുണപാഠം എന്ന പുസ്തകത്തിന്റെ പ്രകാശനം കവി രാധാകൃഷ്ണൻ കാക്കശ്ശേരി നിർവഹിച്ചു. ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ MB ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. നാട്ടിക ഗ്രാമപഞ്ചായത്തിൽ ടച്ച് സ്ക്രീൻ സംവിധാനം ഏർപ്പെടുത്തുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ പുളിക്കൻ അറിയിച്ചു. ഈ മാസം 10-ന് TN പ്രതാപൻ MLA ടച്ച് സ്ക്രീൻ സംവിധാനം ഉദ്ഘാടനം ചെയ്യും. ജില്ലയിൽ ഇതാദ്യമായാണ് ഒരു ഗ്രാമപഞ്ചായത്തിൽ ടച്ച് സ്ക്രീൻ സംവിധാനം ഏർപ്പെടുത്തുന്നത്. നാട്ടിക ഗ്രാമപഞ്ചായത്തിന്റെ 100 ദിന കർമ്മ പരിപാടിയിലെ പ്രധാന പദ്ധതികളിലൊന്നാണ് ടച്ച് സ്ക്രീൻ. ഫ്രണ്ട് ഓഫീസ് വഴി നൽകുന്ന അപേക്ഷകളുടെ നടപടിക്രമങ്ങൾ വ്യക്തമായി അറിയുവാൻ പൊതുജനങ്ങൾക്ക് ഇതിലൂടെ കഴിയും. 100 ദിന കർമ്മ പരിപാടിക്ക് പുറമെ വിഷൻ എന്ന സ്വപ്ന പദ്ധതിയും പഞ്ചായത്തിൽ നടപ്പിലാക്കുമെന്നും അനിൽ പുളിക്കൻ പറഞ്ഞു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VR വിജയൻ, പഞ്ചായത്ത് അംഗങ്ങളായ KP സുഖദാസ്, TK പ്രസാദ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. തൃശൂർ വെസ്റ്റ് സബ് ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ സ്വാഗത സംഘം രൂപീകരിച്ചു. നവംബർ 5 മുതൽ 8 വരെ പറപ്പൂർ സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഉപജില്ലാ കലോത്സവം നടക്കുക. തോളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് NP സരോജിനി യോഗം ഉദ്ഘാടനം ചെയ്തു. തൃശൂർ വെസ്റ്റ് AEOP S ശാന്ത അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ ജോമി മേക്കാട്ടുകുളം ജനറൽ കൺവീനറായി സ്വാഗത സംഘം രൂപീകരിച്ചു. ബ്രഹ്മകുളം സർഗം സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ ഗുരുവായൂർ നഗരസഭ ടൌൺഹാളിൽ കഴിഞ്ഞ 8 ദിവസങ്ങളിലായി നടന്നുവന്നിരുന്ന പ്രൊഫഷണൽ നാടകോത്സവത്തിന് സമാപനമായി. സമാപന സമ്മേളനം കവി ആലങ്കോട് ലീലാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർമാൻ TT ശിവദാസൻ അധ്യക്ഷത വഹിച്ചു. പതിറ്റാണ്ടുകളായി ഗുരുവായൂരിൽ പ്രതിമാസ നാടകം നടത്തുന്ന നാടക കലാകാരൻ ഭാർഗവൻ പള്ളിക്കരയെ ചടങ്ങിൽ ആദരിച്ചു. K. സുരേഷ് കുമാർ, K. ബാബു തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കോഴിക്കോട് രംഗഭാഷയുടെ ഉത്തരരാമായണം എന്ന നാടകവും അരങ്ങേറി. വിവിധ ദിവസങ്ങളിലായി നടന്നുവന്ന നാടകങ്ങൾ ആസ്വദിക്കുന്നതിന് വൻ ജനപങ്കാളിത്തമാണ് ഉണ്ടായിരുന്നത്. നാട്ടിക ഗ്രാമപഞ്ചായത്ത് 2014-2015 വർഷത്തെ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം നടപ്പിലാക്കുന്ന വിവിധ കർമ്മ പദ്ധതികൾക്കും ലേബർ ബജറ്റിനും രൂപം നൽകുന്നതിനുമായി ശില്പശാല സംഘടിപ്പിച്ചു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K. ദിലീപ് കുമാർ ശില്പശാല ഉദ്ഘാടനം ചെയ്തു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ പുളിക്കൽ അധ്യക്ഷനായിരുന്നു. തൊഴിലുറപ്പ് പദ്ധതി ജില്ലാ ജോയിന്റ് പ്രോഗ്രാം കോർഡിനേറ്റർ C. ചന്ദ്രബാബു ക്ലാസ് എടുത്തു. അസിസ്റ്റന്റ് എഞ്ചിനീയർ K. ജ്യോതി കർമ്മ പദ്ധതി അവതരിപ്പിച്ചു. 2,78,90,000 രൂപയുടേതാണ് പദ്ധതി. വിനോദയാത്ര കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെ യുവതിയെ കാറിന്റെ ഡോർ തുറന്ന് മാനഭംഗപ്പെടുത്താൻ ശ്രമം. കഴിഞ്ഞ ദിവസം രാത്രി 12 മണിയോടെ കുന്നംകുളം വടക്കാഞ്ചേരി റോഡിൽ വെച്ചായിരുന്നു സംഭവം. യുവതിയുടെ ഭർത്താവ് സ്വന്തം സ്ഥാപനത്തിലേക്ക് പോയ സമയത്ത് കാറിൽ ഇരിക്കുകയായിരുന്ന യുവതിയെ ബസ് ജീവനക്കാരായ 2 പേർ ആക്രമിക്കാൻ ശ്രമിക്കുകയായിരുന്നു. യുവതിയുടെ നിലവിളി കേട്ട് ഓടിയെത്തിയ ചുമട്ടുതൊഴിലാളികളും ഓട്ടോ തൊഴിലാളികളും ചേർന്നാണ് ഇവരെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചത്. വെള്ളറക്കാട് വട്ടേക്കാട് പ്രമോദ്, കൊരട്ടിക്കര പന്നിശ്ശേരി സന്തോഷ് എന്നിവരാണ് പിടിയിലായത്. തോളൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് CC ശ്രീകുമാറിന് സ്വീകരണം നൽകി.
എടക്കളത്തൂർ ശ്രീരാമചന്ദ്ര UP സ്കൂളിൽ നടന്ന സ്വീകരണ യോഗം DCC പ്രസിഡന്റ് O. അബ്ദുറഹ്മാൻ കുട്ടി ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് CK ലോറൻസ് അധ്യക്ഷനായിരുന്നു. ഇതോടനുബന്ധിച്ച് പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട അഡ്വക്കേറ്റ് ലൈജു എടക്കളത്തൂരിനും തോളൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ശ്രീകല കുഞ്ഞുണ്ണിക്കും മികച്ച അധ്യാപകനുള്ള സംസ്ഥാന അവാർഡ് നേടിയ CT ജെയിംസിനും സ്വീകരണം നൽകി. തോളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NP സരോജിനി, ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഗുരുവായൂർ അഴുക്കുചാൽ പദ്ധതിയുടെ ഭാഗമായി പൊളിച്ചിട്ട റോഡുകളുടെ പുനർനിർമ്മാണം സംബന്ധിച്ച കളക്ടർ നൽകിയ ഉറപ്പും പാഴ്വാക്കായി. പദ്ധതിക്കായി പൊളിച്ചിട്ട AUP സ്കൂളിന്റെ ഭാഗത്തെ റോഡിലെ വാട്ടർ അതോറിറ്റിയുടെ ശേഷിക്കുന്ന ജോലികൾ ഈ മാസം 5-ന് തീർക്കുമെന്നാണ് കഴിഞ്ഞ ദിവസം ഗുരുവായൂരിൽ നടന്ന യോഗത്തിൽ കളക്ടർ MLAയ്ക്കും നഗരസഭാ ചെയർമാനും ഉറപ്പ് നൽകിയിരുന്നത്. എന്നാൽ നിശ്ചിത സമയപരിധി കഴിഞ്ഞിട്ടും ഈ ഭാഗത്തെ വാട്ടർ അതോറിറ്റിയുടെ പ്രവൃത്തികൾ പൂർത്തിയാക്കാനായിട്ടില്ല. സ്കൂളിന് മുന്നിലെ റോഡ് നെടുകെ പൊളിച്ചിട്ട അവസ്ഥയിലാണിപ്പോൾ. നഗരസഭാ ചെയർമാന്റെ ചേംബറിൽ കഴിഞ്ഞ മാസം 24-ന് വിളിച്ചു ചേർത്ത അവലോകന യോഗത്തിലാണ് കളക്ടർ MS ജയ റോഡ് നിർമ്മാണത്തിന് സമയം നിശ്ചയിച്ചു നൽകിയത്. വേലൂർ കുട്ടംകുളം സെന്റ് ജോൺ ദ ഇവാഞ്ചലിസ്റ്റ് ദേവാലയത്തിൽ സെന്റ് വിൻസെന്റ് പോളിന്റെ തിരുനാൾ ആഘോഷിച്ചു. ആഘോഷമായ തിരുനാൾ ദിവ്യബലി, ഊട്ടുസദ്യ എന്നിവയും നടന്നു. വികാരി ഫാദർ ജോബി പുത്തൂർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. നഗരമാലിന്യങ്ങൾ മൂലം ദുരിതമനുഭവിക്കുന്ന ചക്കംകണ്ടത്ത് പഠനം നടത്താൻ വിദ്യാർത്ഥികളുടെ സംഘമെത്തി. ഗുരുവായൂരിൽ നിന്നുള്ള നഗരമാലിന്യങ്ങൾ മുഴുവൻ ചക്കംകണ്ടം പുഴയിൽ പരന്നൊഴുകുകയാണ്. ദുർഗന്ധവും പരിസര മലിനീകരണവും മൂലം ഗ്രാമവാസികൾ നേരിടുന്ന ദുരിതങ്ങളെക്കുറിച്ച് പഠിക്കാനാണ് വിവിധ വിദ്യാലയങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ സംഘം എത്തിയത്. വിദ്യാർത്ഥികളും വീടുകൾ സന്ദർശിക്കുകയും ഗ്രാമവാസികളോട് സംസാരിച്ച് ദുരിതങ്ങളും പ്രശ്നങ്ങളും മനസ്സിലാക്കുകയും ചെയ്തു. മാലിന്യ പ്രശ്നത്തെക്കുറിച്ച് വിദ്യാർത്ഥികൾ റിപ്പോർട്ട് തയ്യാറാക്കുകയും വിവിധ സ്കൂളുകളിലെ പരിസ്ഥിതി ക്ലബ്ബുകളുമായി സഹകരിച്ച് ഒപ്പുശേഖരണം നടത്തി റിപ്പോർട്ട് നിവേദനമായി പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും ആരോഗ്യവകുപ്പ് മന്ത്രിക്കും അയക്കുകയും ചെയ്യും. പരിസ്ഥിതി സംഘടനയായ നേച്ചർ എൻവയോൺമെന്റ് വൈൽഡ് ലൈഫ് സൊസൈറ്റി ഓഫ് ഇന്ത്യ ഭാരവാഹികളാണ് വിദ്യാർത്ഥികൾക്ക് മാലിന്യ പ്രശ്നങ്ങൾ വിശദീകരിച്ച് നൽകിയത്. കയ്പമംഗലം പഞ്ചാരവളവിനടുത്ത കൊല്ലംകുഴി വീട്ടിൽ അരവിന്ദാക്ഷന്റെ ഹോണ്ട ആക്ടീവ സ്കൂട്ടർ മോഷണം പോയി. വീട്ടുടമസ്ഥൻ മതിലകം പോലീസിൽ പരാതി നൽകി. ഈ ഭാഗത്ത് സാമൂഹിക വിരുദ്ധ ശല്യവും രൂക്ഷമാണ്. എരുമപ്പെട്ടി കരിയന്നൂരിൽ പണം വെച്ച് ചീട്ട് കളിച്ചിരുന്ന 6-അംഗ സംഘത്തെ പോലീസ് പിടികൂടി. നാട്ടുകാർ നൽകിയ രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ SI NK കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പിടികൂടിയത്. ഇവരിൽ നിന്ന് 5000 രൂപയോളം പോലീസ് കണ്ടെടുത്തു. തകർന്നു കിടക്കുന്ന ഓട്ടുപാറ വാഴാനി റോഡിന്റെ ശോചനീയാവസ്ഥ പരിഗണിക്കാതെ മന്ത്രി CN ബാലകൃഷ്ണനും UDF സർക്കാരും ജനങ്ങളെ കബളിപ്പിക്കുകയാണെന്ന് ആരോപിച്ച് CPMന്റെ നേതൃത്വത്തിൽ റോഡിൽ പ്രതിഷേധ കൂട്ടായ്മ നടത്തി. CPM ഏരിയ സെക്രട്ടറി സേവ്യർ ചിറ്റിലപ്പിള്ളി ഉദ്ഘാടനം ചെയ്തു. തെക്കുംകര ലോക്കൽ സെക്രട്ടറി ജോയ് M ജേക്കബ് അധ്യക്ഷത വഹിച്ചു. CPM ഏരിയ കമ്മിറ്റി അംഗങ്ങളായ PN സുരേന്ദ്രൻ, KM മൊയ്തു, KP മദനൻ എന്നിവർ സംസാരിച്ചു. വടക്കാഞ്ചേരി ഗ്രാമപഞ്ചായത്ത് കേരളോത്സവത്തിന് സമാപനമായി. 7 ദിവസമായി നടന്ന മത്സരങ്ങളിൽ 105 പോയിന്റ് നേടി MC ക്ലബ്ബ് കുമരനെല്ലൂർ ഓവറോൾ ചാമ്പ്യന്മാരായി. വിജയികൾക്ക് ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷീല പത്മനാഭൻ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. താന്യത്ത് തെരുവുനായ്ക്കൾ ആടുകളെ ആക്രമിച്ചു. കളപ്പുരയ്ക്കൽ നാരായണി, പുതിയ വീട്ടിൽ അബൂബക്കർ എന്നിവരുടെ ആടുകളെയാണ് തെരുവുനായ്ക്കൾ കടിച്ചത്. കൂടിന്റെ അഴികളും വാതിലും തകർത്താണ് 8 തെരുവുനായ്ക്കൾ ആടുകളെ ആക്രമിച്ചത്. തെരുവുനായ്ക്കളെ ഉന്മൂലനം ചെയ്യാൻ പഞ്ചായത്ത് നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ദേശീയ ഗ്രാമവികസന വാരാഘോഷത്തിന്റെ ഭാഗമായി പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്തിലെ ഗ്രാമീണ തൊഴിലുറപ്പ് തൊഴിലാളികൾ പഞ്ചായത്തിലേക്ക് പദയാത്ര സംഘടിപ്പിച്ചു. കിള്ളിമംഗലം കൊച്ചൻപടിയിൽ നിന്ന് ആരംഭിച്ച പദയാത്രയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സുരേഷ് നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് രാമദാസ് കാരാത്ത അധ്യക്ഷത വഹിച്ചു. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് വിവിധ കലാമത്സരങ്ങളും നടത്തി. ഗുരുവായൂർ ബ്രഹ്മകുളത്ത് കാറിലും ഓട്ടോറിക്ഷയിലുമായി എത്തിയ സംഘത്തിന്റെ ആക്രമണത്തിൽ 3 ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് പരിക്കേറ്റു.
ബ്രഹ്മകുളം സ്വദേശി വെളുത്തേടത്ത് ലതീഷ്, പയ്യപ്പാട്ട് ബിബിൻ, മാമ്പറമ്പത്ത് ജിതേഷ് എന്നിവർക്കാണ് മർദ്ദനത്തിൽ പരിക്കേറ്റത്. പരിക്കേറ്റവരെ ഗുരുവായൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുന്നംകുളം നഗരസഭ 5-ാം വാർഡിലെ കുടുംബശ്രീ യൂണിറ്റുകളുടെ വാർഷികവും ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ട വാർഡ് കൌൺസിലർ CK ഉണ്ണികൃഷ്ണന് സ്വീകരണവും സംഘടിപ്പിച്ചു. വൈശ്ശേരിയിൽ നടന്ന ചടങ്ങ് ചെയർമാൻ ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ യൂണിറ്റ് ഭാരവാഹി ശാന്താകുമാരി അധ്യക്ഷയായിരുന്നു. കേരള കോൺഗ്രസ് വെങ്കിടങ്ങ് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പാർട്ടിയുടെ ജന്മദിനാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് പതാക ഉയർത്തി. ജില്ലാ സെക്രട്ടറി പോൾ കാഞ്ഞിരത്തിങ്കിൽ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം പ്രസിഡന്റ് KV തോമസ് പതാക ഉയർത്തി. ബാസ്റ്റ്യൻ താണിക്കൽ, PS രാജൻ, CD ജോയ് തുടങ്ങിയവർ സംസാരിച്ചു. വർഗീയ ഫാസിസ്റ്റ് ഭീകരതയ്ക്കെതിരെ SFI ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂരിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം UP ജോസഫ് ഉദ്ഘാടനം ചെയ്തു. SFI ജില്ലാ പ്രസിഡന്റ് NG ഗിരിലാൽ അധ്യക്ഷനായിരുന്നു. ജില്ലാ സെക്രട്ടറി KS സെന്തിൽകുമാർ, കേന്ദ്ര കമ്മിറ്റി അംഗം M ഷാജർ, DYFI ജില്ലാ കമ്മിറ്റി അംഗം NV വൈശാഖൻ, KS അനൂപ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് വർഗീയ ഫാസിസ്റ്റ് ഭീകരതയ്ക്കെതിരെ പ്രതിഷേധ ജ്വാല തെളിയിച്ചു. ആനയെ അനുമതിയില്ലാതെ ജില്ലാ അതിർത്തി കടത്തി എന്ന കേസിൽ സിനിമാ താരം ബാബു നമ്പൂതിരിക്ക് വടക്കാഞ്ചേരി ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജാമ്യം അനുവദിച്ചു. 2011-ൽ ബാബു നമ്പൂതിരിയുടെ ആനയെ DFOയുടെ അനുമതിയില്ലാതെ ജില്ലാ അതിർത്തി കടത്തി എന്നാണ് കേസ്. ഒളരിക്കര ഗവൺമെന്റ് UP സ്കൂളിൽ സംഘടിപ്പിച്ച സേവന ദിനാചരണം മേയർ IP പോൾ ഉദ്ഘാടനം ചെയ്തു. ഡിവിഷൻ കൌൺസിലർ MK മുകുന്ദൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കൌൺസിലർമാരായ PV സരോജിനി, റീന ജോയ്, സുനന്ദ ഗോപാലകൃഷ്ണൻ, പ്രധാന അധ്യാപിക ഷീബ എന്നിവരും പങ്കെടുത്തു. സ്കൂളിലെ PTA-യുടെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ വിദ്യാർത്ഥികളാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി നെന്മണിക്കര മഠത്തിൽ ബൊമ്മക്കൊലു ഒരുങ്ങി. ദീപാലങ്കാരവും ഭജനയും കീർത്തനങ്ങളുമായി സ്ത്രീകളും കുട്ടികളും എത്തി. സുമംഗലികൾക്കും കുട്ടികൾക്കും പ്രസാദ വിതരണവും ഉണ്ടായി. ഇത് വിജയദശമി ദിവസം വരെ തുടരും. മാള കീഴടൂരിൽ നടന്നു പോകുകയായിരുന്ന വൃദ്ധയുടെ മാല ബൈക്കിലെത്തിയ 2-അംഗ സംഘം കവർന്നു. ചക്കാലയ്ക്കൽ അന്തോണി ഭാര്യ അന്നംകുട്ടിയുടെ 4 പവന്റെ മാലയാണ് കവർന്നത്. മോഷ്ടാക്കൾ ഹെൽമറ്റ് ധരിച്ചിരുന്നു. മാള പോലീസിൽ പരാതി നൽകി. നാട്ടിക ഗ്രാമപഞ്ചായത്ത് കേരളോത്സവത്തിൽ നാട്ടിക ബ്രദേഴ്സ് ക്ലബ്ബ് ഓവറോൾ ചാമ്പ്യന്മാരായി. തൃപ്രയാറിൽ നടന്ന ചടങ്ങിൽ തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K ദിലീപ് കുമാർ സമ്മാനദാനം നിർവഹിച്ചു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ പുളിക്കൽ അധ്യക്ഷനായിരുന്നു. കൊടുങ്ങല്ലൂരിൽ നവംബർ മാസത്തിൽ സംഘടിപ്പിക്കുന്ന സാംസ്കാരികോത്സവമായ സ്നേഹനിലാവിന്റെ സംഘാടക സമിതി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ KB മഹേശ്വരി ഉദ്ഘാടനം നിർവഹിച്ചു. ചെയർമാൻ KG ശിവാനന്ദൻ അധ്യക്ഷത വഹിച്ചു. അവസാനമായി പ്രധാന വാർത്തകൾ വീണ്ടും. ചരിത്ര പ്രസിദ്ധമായ കൊരട്ടിമുത്തിയുടെ തിരുനാളിന് ബുധനാഴ്ച കൊടിയേറും. 12, 13 തീയതികളിലാണ് തിരുനാൾ ആഘോഷം. പാലിയേക്കര ടോൾ പ്ലാസയിലെ ടോൾ പിരിവ് സംബന്ധിച്ച് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ ചർച്ച നടത്തി. ചർച്ചയിൽ നിന്ന് LDF MLA-മാർ വിട്ടുനിന്നു. ടോൾ നിരക്ക് തൽക്കാലം വർദ്ധിപ്പിക്കില്ലെന്ന് മുഖ്യമന്ത്രി. തളിക്കുളം സ്നേഹതീരത്ത് പോലീസുകാരെ ആക്രമിച്ച പ്രതികളെ രക്ഷപ്പെടുത്തിയ സംഭവത്തിൽ 2 പേരെ അറസ്റ്റ് ചെയ്തു. നമ്പിക്കടവ് സ്വദേശി ബാബു, നാട്ടിക സ്വദേശി രവി എന്നിവരാണ് അറസ്റ്റിലായത്. താന്യം മുനയത്ത് സ്ഥിരം ബണ്ട് നിർമ്മിക്കാൻ സർക്കാർ അനുമതി നൽകി. 22 കോടി രൂപയുടെ ഭരണാനുമതിയാണ് ലഭിച്ചത്. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.